അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം? അത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ആദിമ ക്രൈസ്തവ സമൂഹത്തെ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവ. ശിഷ്യന്മാരെ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവ. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ഈ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ യേശു ഈ ലോകത്ത് പോകുന്ന സമയത്ത് ശിഷ്യന്മാരെ അവർ ഉത്ബോധിപ്പിക്കുകയാണ്. ഇന്നും നമുക്ക് ബലം വേണോ? നമുക്ക് ശക്തി വേണോ? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവൻ വേണോ? പരിശുദ്ധാത്മാവ് വേണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം പറയുകയാണ്, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവനുള്ളവനാണ് എന്ന് നിന്നെക്കുറിച്ച് നീ പറയുന്നു. എന്നാൽ നീ മൃതനാണ്, ഉണരുക, നിന്നിൽ അവശേഷിച്ചിട്ടുള്ളതിനെ ഉത്തേജിപ്പിക്കുക. നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, നീ പറയുന്നു ജീവനുണ്ട് എന്ന്. എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആത്മീയമായ ജീവനുണ്ടോ? ഇതെപ്പോഴാണ് നമുക്കുണ്ടാവുക? എന്നിൽ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോഴാണ്. ശിഷ്യന്മാരുടെ ജീവിതങ്ങളൊക്കെ കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജീവിതം മാറി മറിയുക, അവർ പുതിയ വ്യക്തികളായി മാറുക, അവർ ബലം പ്രാപിച്ച വ്യക്തികളായി മാറി. ഈ കാലഘട്ടത്തിലും ഓരോ ദൈവ പൈതലും ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി. യേശുവേ എന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഈ ആത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശിഷ്യന്മാരുടെ ജീവിതങ്ങളിൽ കാണുക, ആത്മാവിൻ്റെ അഭിഷേകം അവർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. യേശുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ അവർ ഇറങ്ങി തിരിച്ചു. ആത്മാവില്ലാത്തിടത്തോളം കാലം ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവനുണ്ട് എന്ന് പറയുന്നു, എന്നാൽ വൃദ്ധനായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുക. ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. സസ്യങ്ങളിൽ ജീവനുണ്ടെന്നേ, മൃഗങ്ങളിൽ ജീവനുണ്ടെന്നേ, മനുഷ്യരിൽ ജീവനുണ്ട്. എന്നാൽ മൃഗങ്ങളുടെ ജീവനും മനുഷ്യ ജീവനും തമ്മിൽ വ്യത്യാസം എന്താ? ഈ മനുഷ്യരിൽ ദൈവിക ജീവനുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. അതാണ് മറ്റു ജീവനിൽ നിന്ന് മനുഷ്യന്റെ ജീവനെ വേർതിരിക്കുന്നത്. നമ്മൾ വീണ്ടും വചനത്തിൽ കാണുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്ന അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. വചനം പറയുക, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഇന്ന് നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്, ആകാശത്തേക്ക് നോക്കി നിൽക്കുക. തൃശ്ശൂക്കാരൻ്റെ ഭാഷയിൽ പറയും, ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ലാത്ത അവസ്ഥ. എന്താ നിങ്ങൾ അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുന്നത്? ഈ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നേ. ചില വ്യക്തികളുടെ അവസ്ഥ ഇതുപോലെയാ, ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ല, ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥ. ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, നീ എന്ത് പറയട്ടെ, എന്ത് കാര്യം? മകനെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക്, കേരളത്തിന് പുറത്തുള്ളൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം അപ്പന് ഒരു കോള് വന്നിരിക്കുക. അപ്പൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ തകർന്നു പോയി. +2 കഴിഞ്ഞ് മകനെ ഒരു സ്ഥലത്തേക്ക് ഉന്നതമായ പഠനത്തിന് വേണ്ടി വിട്ടു കഴിഞ്ഞപ്പോൾ ആ മകനുണ്ടല്ലോ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കുന്നു എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തയാണ് അപ്പന് കേൾക്കാൻ സാധിച്ചത്. ഈ അപ്പൻ ചോദിക്കുക, അച്ഛാ, ഇതെന്താ ഇങ്ങനെ? ഒരു അന്തവും ഇല്ല കുന്തവും ഇല്ലാത്ത അവസ്ഥ. നല്ല മനുഷ്യൻ, നല്ല കുടുംബം, പക്ഷേ മകൻ ഇത് വഴിതെറ്റിപ്പോയിരിക്കുന്നു.
ഇതേപോലെ തന്നെ ഒരു അമ്മയും അപ്പനും കൂടി വന്നിരിക്കുക. സങ്കടം എന്താണെന്നറിയോ? മോള് 18 വയസ്സായി. അന്ന് അപ്പനും അമ്മയ്ക്കും ഒരു ബർത്ത്ഡേ സമ്മാനം കൊടുത്തിരിക്കുക. ഈ മകള് ഒരു 35 വയസ്സുകാരൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുന്നു. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വന്ന് അവർ കീഴടങ്ങി. അപ്പനും അമ്മയും വന്നിരിക്കുന്നു. പോലീസുകാരുടെ മധ്യേ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് 18 വയസ്സുകാരി അമ്മയുടെ അപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ഈ ചേട്ടൻ 35 വയസ്സുകാരൻ എന്നെ സ്നേഹിക്കുന്നു, അതാ ഞാൻ ഈ ചേട്ടൻ്റെ കൂടെ ഒളിച്ചോടി പോയത്. ഈ അപ്പനും അമ്മയും തകർന്ന് തരിപ്പടായി. ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നതും ഈ കൊച്ചിന് വിദ്യാഭ്യാസം നൽകിയതും ഈ കാലഘട്ടം വരെ ഈ കൊച്ചിനെ കൈപിടിച്ചുയർത്തിയിട്ട് ഈ അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ മോള് പറയുക, അപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല, അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, തകർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വരിക. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥ, ഉത്തരവില്ലാത്ത അവസ്ഥ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ശിഷ്യന്മാരുടെ ജീവിതങ്ങൾ കാണാൻ സാധിക്കും. ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം എപ്പോഴാണ് ലഭിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 21-ാം തിരുവചനം. ഈ ശിഷ്യന്മാര് യേശുവിൻ്റെ മരണത്തിന് ശേഷം അവർ കഥകടച്ചിരിക്കുക. ആ സമയത്ത് അവിടെ ഉള്ളിൻ്റെ ഭയമുണ്ട്, നിരാശയുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്ത് എന്ന് ഉത്തരം കിട്ടാത്ത അവസ്ഥയുണ്ട്. ആകാശം നോക്കിയിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ഉദ്ധിതനായ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അവരുടെ മേൽ നിശ്വസിച്ചു. ഇതിനുശേഷം പറയാം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അവരുടെ മേൽ നിശ്വസിച്ചിട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. ഓരോ ശിഷ്യന്റെ മേൽ നിശ്വസിച്ചു. പത്രോസിന്റെ മേൽ, അന്ത്രയോസിന്റെ മേൽ, യാക്കോബിന്റെ മേൽ, യോഹന്നാന്റെ മേൽ, മത്തായിയുടെ മേൽ, ഓരോരുത്തരുടെ മേൽ നിശ്വസിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? പരിശുദ്ധാത്മാവിനെ കിട്ടി. എന്നാൽ അവിടെയൊക്കെ ജീവിതങ്ങളെ കാണാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടും അവിടെ സ്വഭാവത്തിന് മാറ്റമില്ല, അവിടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലെന്നേ. പഴയ പത്രോസ് തന്നെ. പഴയ പത്രോസിന്റെ സ്വഭാവം ഒരു മാറ്റമില്ല, സൗമ്യതയൊന്നും കാണാനില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടി. അവിടെ ഉള്ളിൻ്റെ ഉള്ളിലും ഇനി എന്താ എൻ്റെ ഭാവി? അവർ പോയി പഴയ തൊഴിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി വലയും വഞ്ചിയും അന്വേഷിച്ച്, കടൽ അന്വേഷിച്ച് അവർ പോയിരിക്കുക. ഇതേപോലെ മത്തായി ഇറങ്ങി തിരിച്ചു. അവരാകെ അറിയുന്നത് എന്താ? ചുങ്കം പിരിക്കാനാ. ആ മത്തായി ചുങ്കം പിരിക്കാൻ വേണ്ടി പോയേക്കുക. അവരൊക്കെ പോയിരിക്കുക. പഴയ തൊഴില്, പഴയ ജീവിതം. ഇവിടെയാ നമ്മൾ കാണുന്നത്. ഇതാ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ശിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തികളാ ഞാനും ഈ വചനം കേൾക്കുന്ന വ്യക്തികളും. നമുക്ക് എന്നാ പരിശുദ്ധാത്മാവ് ലഭിച്ചേ? മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തികളാ. ശിഷ്യരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ശിഷ്യരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. അവളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇതേപോലെ തന്നെ നമുക്കും മാമോദീസായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ചു. എന്നാൽ ഈ ശിഷ്യന്മാരുടെ ജീവിതം പോലെ നമുക്കും ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥ. മാമോദീസായി എനിക്ക് എന്താ കിട്ടിയത്? പരിശുദ്ധാത്മാവിനെ കിട്ടി. പക്ഷേ എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമില്ലെന്നേ. ആകെ എനിക്ക് കാണാൻ പറ്റുന്ന എന്താ? എൻ്റെ പേരൊന്ന് മാറിയിട്ടുണ്ട്. ഒരു വിശുദ്ധൻ്റെ പേര് മാമോദീസ പേരായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നില്ല. പുറമേയുള്ള മാമോദീസ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയും മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഞാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ശിഷ്ടന്മാരുടെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുകയാ. ഈ അവസ്ഥയിൽ
നമ്മെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയ്ക്കറിയാം എന്താണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ ആത്മാവിന്റെ ശക്തി. പരിശുദ്ധ അമ്മയിലേക്കാണ് പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞത്. ലൂക്ക 1:35 ഗബ്രിയേൽ ദൂതന്റെ മുമ്പിൽ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവ് വന്ന വ്യക്തിയെ പരിശുദ്ധ അമ്മ. ശിഷ്യന്മാരെ ഈ അമ്മ വിളിച്ചുകൂട്ടിയ, മക്കളെ വായോ, നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ആ വാഗ്ദാനം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കാം. ഈ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ഇതാണ് നമ്മൾ വചനം കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനം 1-14 തിരുവചനത്തിൽ കാണുന്നത്, ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി 10 ദിവസം അമ്മ പ്രാർത്ഥിച്ചൊരുക്കിയ ഈ സമൂഹത്തെ പ്രാർത്ഥിച്ചൊരുക്കി. ശിഷ്യന്മാരും 120 പേരും ഈ ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചു. ആത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിനെ തരണേ. ഇതെന്താന്ന് ഈ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അവർ ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചു. അവിടെ എന്താ സംഭവിച്ചേ? അതാണ് വചനം കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-1 വരെയുള്ള തിരുവചനങ്ങൾ. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് എന്താ നമ്മുടെ വചനം വായിച്ചേ? ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അപ്പോൾ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏക മനസ്സ്. ഇവിടെ പറയുകയാണ്, അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഒരുമിച്ചുള്ള ആ കൂട്ടായ്മയിലേക്കാണ് ആത്മാവിന്റെ ശക്തി കടന്നു വരുന്നത്. വീണ്ടും പറയുകയാണ്, കൊടുങ്കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷപരമനുസരിച്ച് അവരെല്ലാം സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. ഈ ആത്മാവ് കൊടുത്ത ഭാഷപരമനുസരിച്ച് അവരെല്ലാം സംസാരിച്ചു. പിന്നീട് ശിഷ്യന്മാരുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. അവര് തിരിച്ചറിഞ്ഞു ആത്മാവിന്റെ ശക്തി. അപ്പോഴാണ് സുന്ദര കവാടത്തിൽ 40 വയസ്സുള്ള ആ മുടന്തനായ മനുഷ്യൻ, ദേ അമ്മേ വല്ലതും തരണേ, വല്ലതും തരണേ. ആ സമയത്ത് ദൈവത്തിന്റെ വരദാനങ്ങൾ ഈ ശിഷ്യന്മാര് ചൊലിക്കുക. പത്രോസ് പറഞ്ഞു, എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എൻ്റെ കയ്യിൽ ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എൻ്റെ കയ്യിലുള്ള എന്താ? നസ്രായനായ യേശു. ഈ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് സംഭവിക്കുക വീണ്ടും കാണാൻ സാധിക്കും. ഇതുവരെ പേടിച്ച് ഭയചകിതരായിരിക്കുന്നവർ, നിരാശയപ്പെട്ട ശിഷ്യന്മാർ, കഥകടച്ചിരിക്കുന്ന ശിഷ്യന്മാർ, പഴയ തൊഴിലും പഴയ ജീവിതവുമായി കടന്നുപോയ ശിഷ്യന്മാർ, അവരുണ്ടല്ലോ. ഈ ശിഷ്യന്മാര് ഇറങ്ങിത്തിരിക്കുക, ശക്തമായി ദൈവവചന പ്രഘോഷണം നടത്തിയ. അവർ വചനം പ്രഘോഷിച്ചപ്പോൾ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു, രോഗശാന്തികൾ സംഭവിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ആത്മാവ് നിറഞ്ഞപ്പോൾ, അഭിഷേകം നിറഞ്ഞപ്പോൾ, ഈ പത്രോസും അന്ത്രയോസും പ്രസംഗിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങൾ സംഭവിക്കുക. ആത്മാവ് നിറഞ്ഞ വ്യക്തി സംസാരിക്കുമ്പോഴാ ആ സംഭവിക്കുന്നത്. അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിന്നു. ഈ നാവുകൾ പരിശുദ്ധാത്മാവിന്റെ പ്രതീക. ഇത് നമ്മൾ അടുത്ത് നോക്കിയേ. ഈ നാവ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണോ നാവ് ഉപയോഗിക്കുന്നത്? അല്ലെ കുറ്റം പറയാനും നെഗറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നാവ് ഉപയോഗിക്കുന്നത്? പല വ്യക്തികളുടെയും ജീവിതങ്ങളെ കാണാൻ സാധിക്കും.
അവർക്ക് ഒച്ചപ്പാടുണ്ടാക്കാൻ ഒരുപാട് നാവിന് സ്വരമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വരവും ഇല്ലാത്ത അവസ്ഥ. ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാൻ, ബഹളം വെക്കാൻ അവർ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാ പ്രിയപ്പെട്ടവരെ വാ തുറന്ന്, അധരം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പൊരുള് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ. ഈ പത്രോസ് അന്ത്രയോസൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പൊരുള്, ആത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ പൊരുള് അവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പുതിയ വ്യാഖ്യാനങ്ങൾ അവർക്ക് ലഭിക്കുക. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്ന് നിറഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നു അടുത്തൊരു ചലനമാണ്. അവിടെ ജീവിതത്തിൽ പാപത്തിൻ്റെ വഴി വിട്ടുപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാൻ ശിഷ്യന്മാർക്ക് സാധിച്ചു. നമ്മൾ ഓർക്കണം, നമുക്ക് ആഗ്രഹമുണ്ട് ഇനി ആ പാപം ചെയ്യില്ല എന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓരോ കുമ്പസാരത്തിനും നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ട്, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ വീണ്ടും 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 ഞാൻ ആ പഴയ പാപത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് പോകുക. എന്നാ പ്രിയപ്പെട്ടവരെ, നീ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ. ആത്മാവ് നിറഞ്ഞാൽ പാപത്തിന്റെ വഴി വിട്ടുപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാൻ സാധിക്കും. ശിഷ്യന്മാരുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. ഒരിക്കൽ മാത്രം ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുള്ളൂ. മാമോദീസായിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. എന്നാൽ ഈ ആത്മാവിന്റെ അഭിഷേകം ശിഷ്യന്മാരുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു. ഈ ആത്മാവിന്റെ അഭിഷേകം ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും അവർ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നമുക്കും ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ധ്യാനത്തിൽ പോയി നല്ല അനോയിന്റിങ്, നല്ല അഭിഷേകം കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ സെക്കൻഡ് അനോയിന്റിങ് എനിക്ക് കിട്ടി. അന്ന് എനിക്ക് ഭാഷാവരം ലഭിച്ചില്ലേ, രോഗശാന്തി വരം ലഭിച്ചില്ലേ, പ്രവചിക്കാനുള്ള വരം ലഭിച്ചില്ലേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം ലഭിച്ചില്ലേ, വചനം വ്യാഖ്യാനിക്കാനുള്ള വരമൊക്കെ ലഭിച്ചില്ലേ. എന്നാൽ ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നേ? കാലഘട്ടത്തിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? പ്രാർത്ഥിച്ചോ മക്കളെ, കാലഘട്ടത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ എന്ന്. ശിഷ്യന്മാരുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. ഈ പെന്തക്കോസ്താ ദിനത്തിൽ ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചു. പിന്നീട് ഓരോ സന്ദർഭങ്ങളിലും ഈ ആത്മാവിന്റെ അഭിഷേകം അവർ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ കാണുകയാണ്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ ഒരു ചലനം ഉണ്ടാവുന്നേ, ഒരു കുലുക്കുണ്ടാവുന്നേ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഓരോ സന്ദർഭങ്ങളിലും 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു വീഴുന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എന്നാൽ ഈ ആത്മാവിന്റെ അഭിഷേകം അന്നുകൊണ്ട് മാത്രം തീർന്നില്ല. ഓരോ സന്ദർഭങ്ങളിലും കാലഘട്ടത്തിന് അഭിഷേകം അവർ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു. വീണ്ടും കാണാൻ സാധിക്കും. വീണ്ടും വചനം കാണുക, അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 8-ാം തിരുവചനം കാണുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. കണ്ടോ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പത്രോസ് അവരോട് പറഞ്ഞു. ആത്മാവ് നിറഞ്ഞിട്ടാണ് ശിഷ്യന്മാർ അവരോട് സംസാരിച്ചത്. ഈ കാലഘട്ടത്തിലും ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാലഘട്ടത്തിന് അഭിഷേകം ഓരോ മക്കളിലും വന്നു നിറയണം. വീണ്ടും നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ, ഈ എസെക്കിയേൽ പ്രവാചകന്റെ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. ഇവിടെ എസെക്കിയേൽ പ്രവാചകന്റെ ദൈവമായ കർത്താവ് വരണ്ടുടങ്ങി കിടക്കുന്ന ആ താഴ്വരയിലേക്ക് കൊണ്ടുവരിക. എസെക്കിയേൽ പ്രവാചകനോട് ചോദിക്കുക, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? പ്രവാചകൻ ദൈവത്തിന്റെ വചനം ഈ അസ്ഥികളുടെ മേൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കിരികിര ശബ്ദം ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കുക.
ജീവശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ഈ അസ്ഥികളാണെന്ന് ഓർക്കണം. ഈ അസ്ഥികളെല്ലാം കൂടിച്ചേരപ്പെടുന്നു. 2, ഈ അസ്ഥികളിൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കപ്പെടുന്നു. മാംസം വളരുന്നു. മാത്രമല്ല ചർമ്മം കൊണ്ട് പൊതിയ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, വരണ്ടുടങ്ങിയ അസ്ഥികളിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വന്നപ്പോൾ ജീവൻ പ്രാപിച്ചതുപോലെ, ജീവശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ ജീവൻ പ്രാപിച്ചതുപോലെ, വരണ്ടുടങ്ങിയ ജീവിതങ്ങളുടെ മേൽ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ ഈ വ്യക്തി തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എൻ്റെ വരണ്ടുടങ്ങിയ ജീവിതത്തിന് ജീവൻ പ്രാപിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കുന്നുണ്ട്. ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരം വ്യാപിച്ചിരുന്നു. എങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാ ദൈവത്തിന്റെ വചനം വെളിച്ചം വീശിക്കൊണ്ട് ഉൽപ്പത്തി 1:3 വെളിച്ചമുണ്ടാകട്ടെ, ആ വെളിച്ചം വരിക. നമ്മുടെ ഉള്ളിലെ അവസ്ഥയല്ലേ രൂപരഹിതമായിരിക്കുന്ന അവസ്ഥ, ശൂന്യമായിരിക്കുന്ന അവസ്ഥ, അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ വചനം വെളിച്ചം വീശും, പരിശുദ്ധാത്മാവ് വരും, അസ്ഥികൾക്ക് ജീവൻ പ്രാപിക്കും. എന്താണ് ഈ അസ്ഥികൾ എന്ന് എസെക്കിയേൽ പ്രവാചകൻ പറയുകയാണ്. ഈ അസ്ഥികൾ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 10-ാം തിരുവചനം, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, ഞാൻ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. ഒരു വലിയ സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഒരു വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. എങ്ങനെ കിടന്ന സ്ഥലമായിരുന്നു? അസ്ഥികളുടെ താഴ്വരയ. ഈ അസ്ഥികളുടെ താഴ്വരയിൽ ദൈവവചനം കടന്നു വന്നപ്പോൾ, ജീവശ്വാസം കടന്നു വന്നപ്പോൾ സൈന്യനിര പോലെ എഴുന്നേറ്റ് നിന്നു. സൈന്യനിരയുടെ പ്രത്യേകത എന്താ? സൈന്യനിര ഡിസിപ്ലിൻഡാ. സൈന്യനിരയുടെ പ്രത്യേകത എന്താ? അവർ ആടിത്തളർന്നല്ല നിൽക്കുന്നത്, അവർ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സൈന്യനിര പോലെ എഴുന്നേറ്റ് നിന്നു. വീണ്ടും വചനം പറയുകയാണ്, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. നമ്മുടെ അവസ്ഥയല്ലേ? അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ നശിച്ച് തീർത്തും പരിത്യക്തരമായിരിക്കുന്ന അവസ്ഥ ചില വ്യക്തികളുടെ അവസ്ഥയാണ്. ഞാനൊരു പള്ളിയിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പള്ളിയുടെ മുമ്പിൽ ഒരു സ്ത്രീയും 3 കുഞ്ഞുങ്ങളും നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളെ ധ്യാനം, പകൽ സമയം ഞാൻ പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുക, എന്നെ കണ്ടതും ഈ സ്ത്രീയും ഈ 3 മക്കളും കൂടി എൻ്റെ അടുത്ത് വന്നിരിക്കുക, പെൺമക്കളാണ്. ഇവർ സങ്കടത്തോടുകൂടെ പറഞ്ഞു, അച്ഛാ വീട് ജപ്തി ചെയ്യാൻ പോവുക, ജപ്തി നോട്ടീസ് കൊണ്ടുപോയി ഒട്ടിച്ചു. വീണ്ടും ഈ അമ്മ പറയുക, ഞാൻ വിധവയാണച്ഛാ, എനിക്ക് 3 പെൺമക്കളുള്ളേ, ഞാൻ എന്താ ചെയ്യുക? എല്ലാ പ്രതീക്ഷയും നശിച്ച് ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്ന അവസ്ഥ, ഞങ്ങൾ എന്ത് ചെയ്യും? ഈ എസെക്കിയേലിന്റെ 37-ാം അധ്യായം പോലെയാ. ഞാൻ ഈ സമയത്ത് ഒരു വചനം അവർക്ക് കൊടുക്കുക, നിങ്ങൾ ഇന്നു മുതൽ 121-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുക. എന്താണ് 121-ാം സങ്കീർത്തനം? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എൻ്റെ കർത്താവിൽ നിന്ന് വരും. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. പ്രിയപ്പെട്ടവരെ, ഇതിനുശേഷം വീണ്ടും ഞാൻ ആ കുടുംബത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, നാളുകൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ ആ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത്, ഈ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കോളിംബെല്ലിൻ്റെ മുകളിലുള്ള ആ സ്ഥലത്തായിരുന്നു. അവിടെ അവർ 121-ാം സങ്കീർത്തനം എഴുതി വെച്ചേക്കുക. എന്താണ് 121-ാം സങ്കീർത്തനം? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. കർത്താവ് അവിടെ ജപ്തി കാര്യങ്ങൾ മാറ്റിക്കൊടുത്തു, ആ കുടുംബത്തെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ഭാരങ്ങളുണ്ടാവാം, അസ്വസ്ഥതകളുണ്ടാവാം, ഉത്തരം കിട്ടാത്ത അവസ്ഥകളുണ്ടാകാം. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഈ ശിഷ്യന്മാരെ പോലെ അന്തവും കുന്തവും ഇല്ലാത്ത അവസ്ഥയായിരിക്കാം.
ഇവിടെയാണ് കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് വരും. രൂപരഹിതമായ അവസ്ഥയിലേക്ക്, ശൂന്യമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് നിന്റെ ജീവിതം മുഴുവൻ അസ്ഥികളെ താഴ്വര പോലെ കിടക്കുന്നുണ്ടാവാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരുടെ ജീവിതങ്ങളിൽ ബലപ്പെടുത്തിയതുപോലെ, ആദിമ ക്രൈസ്തവ സമൂഹത്തെ ബലപ്പെടുത്തിയതുപോലെ ഈ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെയും ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ.